അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം വ്ളോഗ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇസ്ലാമിക് ചൈതന്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിറങ്ങിയപ്പോൾ നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചു. പൊന്നാനി, ഭീമാപ്പള്ളി, ചേരമാൻ പെരുമാൾ പള്ളി, ധാരാളം സ്ഥലങ്ങൾ സന്ദർശിച്ചു. അക്കൂട്ടത്തിൽ നമ്മൾ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കണ്ണൂർ സിറ്റി. കണ്ണൂർ സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരേ ഒരു ഇസ്ലാമിക് രാജവംശമാണ് അറക്കൽ രാജവംശം. ആ രാജവംശം നിലകൊണ്ട സ്ഥലമാണ് കണ്ണൂർ സിറ്റി എന്നുള്ളത്. വളരെ ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ പൂർണ്ണമായും ഇസ്ലാമിക് ചുറ്റുപാടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ ധാരാളം പള്ളികളുണ്ട്. മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ് തുടങ്ങി ധാരാളം പള്ളികളും 56ഓളം പള്ളികൾ ഇവിടെയുണ്ട്. ആ കൂട്ടത്തിൽ ധാരാളം മഹാരഥന്മാർ ഈ കണ്ണൂർ സിറ്റിയിലുണ്ട്. അതിൽപ്പെട്ടതാണ് മൗല റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ കണ്ണൂർ സിറ്റിയെ പറ്റി പറയുമ്പോൾ പ്രധാനമായി പറയേണ്ടതാണ് കണ്ണൂർ സിറ്റിയിൽ ധാരാളം ആത്മീയ ചൈതന്യമുള്ള മഹാന്മാരുടെ സിൽസിലകൾ ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിരി ത്വരീഖത്ത്, ധാരാളം ത്വരീഖത്തുകൾ ഇന്നും കണ്ണൂർ ജില്ലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 50ഓളം പള്ളികൾ നിലകൊള്ളുന്ന സിറ്റിയിലെ ചരിത്രം പിടിച്ചുവന്ന മറ്റു പള്ളികളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലാണ്. കണ്ണൂർ സിറ്റിയിൽ അറക്കൽ രാജവംശം എടുത്ത ധാരാളം പള്ളികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 പള്ളികളാണ് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ്. സിറ്റിയിലെ മറ്റൊരു അറക്കലിന്റെ പൈതൃകം നിലനിർത്തുന്നതായ ജുമാ മസ്ജിദ് ഉള്ളത് സിറ്റി ജുമാ മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിറ്റി ജുമാ മസ്ജിദ് ഇന്നും അറക്കലിന്റെ ആ ചരിത്രം നമ്മളിലേക്ക് വിളിച്ചോടുന്നത്രത്തോളം ഇനിയൊരു പുതുക്കി പണിയിൽ ഈ പള്ളിക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ പള്ളിയുടെ പണി കഴിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന സിറ്റി ജുമാ മസ്ജിദിന്റെ തൊട്ട് പിറകിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം സത്യവിശ്വാസികൾ അന്തി ഉറങ്ങുന്ന ഖബർസ്ഥാനിയാണ്. വലിയൊരു ഖബർസ്ഥാനിയാണ്. ഈ ഖബർസ്ഥാനിയുടെ ഒരു പകുതിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു പള്ളിയാണ്. സിറ്റി ജുമാ മസ്ജിദിന് തൊട്ട് പിറകിലായി മറ്റൊരു പള്ളിയും മറുവശത്തായിട്ട് നമുക്ക് മറ്റൊരു പള്ളികളും കാണാം. സിറ്റിയെ ഇസ്ലാമിക് ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവിടെ തിങ്ങിപ്പാർത്ത ജനങ്ങളെ പോലെ തന്നെ ധാരാളം പള്ളികൾ നമുക്ക് സിറ്റിയിൽ കാണാൻ സാധിക്കുമെന്നതാണ്. കണ്ണൂർ സിറ്റിയിലെ ഏത് പള്ളി എടുത്താലും വളരെ പഴക്കമേറിയ പള്ളികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറക്കലിന്റെ മുദ്ര പതിക്കാത്ത ഒരു പഴയ പള്ളികളും നമുക്ക് ഇവിടെ കണ്ണൂർ സിറ്റിയിൽ കാണാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സയ്യിദ് മൗല ദർഗ കണ്ണൂർ സിറ്റിയെ ഭൗതികമായി അറക്കൽ രാജവംശം അടിയുറപ്പിച്ച് നിലനിർത്തിയതുപോലെ തന്നെ ആത്മീയമായി ഇസ്ലാമിനെ നിലനിർത്തിയ മഹാരഥന്മാർ, അതിൽപ്പെട്ട വലിയൊരു മഹാനാണ് സയ്യിദ് മുഹമ്മദ് മൗല. ഹയാത്തുൽ മുഅ്മിനീൻ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ അരട്ടക്കപ്പള്ളി മക്കാമിന് സമീപമാണ് നാം ഉള്ളത്. ധാരാളം മശായിഖന്മാരുടെ ഇഷാറത്ത് പ്രകാരമാണ് മഹാൻ അവറുകളെ തിരിച്ചറിയുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ചരിത്രം വ്യക്തമല്ലെങ്കിലും കണ്ണൂരിലെ പ്രദേശവാസികളും ധാരാളം ആൾക്കാരും സത്യവിശ്വാസികളും ഇന്നും ഈ അരട്ടക്കപ്പള്ളി മക്കാമിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിലെ സത്യവിശ്വാസികൾ അള്ളാഹുവുമായി തപസ്സിൽ ചെയ്യാൻ വേണ്ടി വരുന്ന അരട്ടക്കപ്പള്ളി മക്കാമിന്റെ സമീപത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ പേരിലുള്ള മജ്ലിസ്. ധാരാളം റിഫായി ഷെയ്ഖ് തങ്ങളുടെ സിൽസിലയും ത്വരീഖത്തിന്റെ അഹ്ലുകാരും ഇന്നും ഈ കണ്ണൂർ സിറ്റിയിൽ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു കണ്ണൂർ സിറ്റിയുടെ യാഥാർത്ഥ്യം എന്നുള്ളത്. സിറ്റി ജുമാ മസ്ജിദിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മക്കാമുകൾ കാണാം. അതിൽപ്പെട്ട ഒരു മക്കാമാണ് സയ്യിദ് അലിയുൽ മഷൂർ ഷഹീദ് ബാവ കുറ്റിയാലി തങ്ങളുടെ മക്കാം. എന്റെ തൊട്ട് പിറകിലുള്ളതാണ് അറക്കൽ രാജവംശത്തിന്റെ കൊട്ടാരം. ഇപ്പോൾ അതൊരു മ്യൂസിയമായിട്ടാണ് ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആ കാലഘട്ടത്തിലെ ഒരു പള്ളി നമുക്ക് കാണാം. അറക്കൽ പഴയ പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ചുറ്റുമതിലുകളാലും മറ്റും വളരെ മനോഹരമായിട്ടുള്ള പള്ളിയിൽ വായുസഞ്ചാരത്തിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നാണ് നമുക്ക് ഈ സൃഷ്ടിപ്പിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ടുകാലത്ത് അറക്കൽ രാജഭരണകാലത്ത് ഓരോ സമയത്തും ബാങ്കിന്റെ സമയങ്ങൾ അറിയിക്കാൻ വേണ്ടി മറ്റു സമയങ്ങൾ അറിയിക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു മണിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായി തന്നെ നമുക്ക് സിറ്റി വ്ളോഗ് ചെയ്യാൻ പറ്റി. മറ്റ് ഇസ്ലാമിക് വ്ളോഗ്സുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും.